എറണാകുളം അങ്കമാലിയിൽ മന്ത്രി വി.എൻ. വാസവന് നേരെ കരിങ്കൊടി കാണിച്ച 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് റാഫി കരീമാണ്. റാഫി, ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. ഒരു അപകടകരമായ ഒരു നീക്കമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം കൂടുതൽ വിവരങ്ങൾ, ഇവർക്കെതിരെ നടപടി എന്താണ് വിവരങ്ങൾ? അപ്രതീക്ഷിതവും സാഹസികവുമായ ഒരു പ്രതിഷേധമായിരുന്നു മന്ത്രി വി.എൻ. വാസവന് നേരെ അങ്കമാലിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ 4 പേരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ 4 പ്രവർത്തകരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡോ, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സോണി, ജോണി, ഒപ്പം തന്നെ വിപിൻ ദാസ്, ഇവരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇവർ പാഞ്ഞടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ മന്ത്രിയുടെ വാഹനത്തെ ഇവർ തടയുകയും ചെയ്തിരുന്നു. ഇതിൽ മന്ത്രിയുടെ വാഹനം ഇവരുടെ ശരീരത്ത് തട്ടുകയും സോണിക്കും ഒപ്പം തന്നെ വിപിൻ ദാസിനും ചെറിയ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവരെ അങ്കമാലി പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. സഹകരണ വകുപ്പിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അങ്കമാലിയിൽ മന്ത്രി വി.എൻ. വാസവൻ. ഇതിനിടെ പരിപാടി കഴിഞ്ഞ്, ഉദ്ഘാടനം കഴിഞ്ഞ് വി.എൻ. വാസവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു റോഡിൽ വെച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുത്തത്. തുടർന്ന് മന്ത്രിയുടെ വാഹനത്തിലേക്ക് ഇവർ എത്തുകയായിരുന്നു. ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരുന്നു. ഇതിനിടെ മന്ത്രിയുടെ വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശരീരത്തിൽ വാഹനം തട്ടിയത്. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതാണ്. എന്തായാലും ഈ പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകളുടെ വിശദാംശങ്ങൾ ഉടനെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. യെസ്, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.